ആരുമില്ലേ? എന്റെ ദൈവമേ, മണി 10 ഞാൻ സബ് രജിസ്ട്രാർ ഓഫീസിൽ വന്നിരിക്കുക. ദൈവം ഇതൊന്നും പെട്ടെന്ന് വാ, ഇന്ന് ഒപ്പിട്ടിട്ട് വേണേ എനിക്കിത് മറച്ചു വെക്കാൻ അവരിന്ന് അഡ്വാൻസ് വാങ്ങിച്ചേക്കാം. ഓ ശരി, ഓക്കെ. അയ്യോ, ഇവിടെയും ആരുമില്ലേ? എന്റെ ദൈവമേ. സാറേ, ഓ ഓ ഇവിടെ ഇത് എല്ലാ ദിവസവും തന്നെയാണല്ലോ കണി കാണുന്നത്. തനിക്ക് വേറെ ഒരു പണിയും അല്ല സാറേ, എന്റെ കാര്യം. ഒരു സെക്കൻഡ്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്ന് 2 അടി മാറി വേണം നിൽക്കാൻ. ഇയാളുടെ കർച്ചീഫ് ഉണ്ടോ? ഇല്ല ഇല്ല. സാറെന്ത് സാറേ തുമ്മാത്തത്? ഇവിടെ നമ്മൾ ഇതൊക്കെ കുറെ നാളായില്ല, ഇതൊന്നും നമുക്ക് ഒരു പ്രശ്നമേ അല്ല. വന്ന കാര്യം പറ സാറേ. എന്റെ ഫയൽ ഒന്ന് നീക്കിത്താ സാറേ. ഇയാളുടെ ഫയൽ ഏതാ? എന്റെ ഫയൽ ഈ മഞ്ഞ ഫയൽ. ഇതാണോ? ഇത്ര നീക്കി വെച്ചാൽ മതിയാ? ഓ, ഇതൊരു ഒടുക്കത്തെ നീക്കലായി പോയി. ഇയാൾ പോയിട്ട് പിന്നെ കാണാൻ വേണം. വേറെ ഒരുപാട് പണിയുണ്ട് എനിക്ക് ഇവിടെ. ഓ, കൈക്കൂലി കൊടുക്കാത്തോണ്ടായിരിക്കും. ശരിയാക്കാം സാറേ. ഒന്ന് പിടിച്ചേ. അതല്ല കൈക്കൂലി. കൈക്കൂലി? എടോ, ഒരു സർക്കാർ ഓഫീസിൽ കയറി വന്ന് ഒരു ഉദ്യോഗസ്ഥന് കൈക്കൂലി തരുന്നു. എടോ, ചുമ്മാതല്ല സർക്കാർ 2500 രൂപ മുടക്കി അവിടെ CCTV ക്യാമറ വെച്ചേക്കുന്നത്. 5000 രൂപ ഉണ്ട്. 2 CCTV വാങ്ങിച്ച് വീട്ടിൽ വെച്ച് ഷൈൻ ചെയ്യും. എനിക്ക് കൈക്കൂലി വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. വീട്ടിൽ കൊണ്ടത്തരൂ, വൈകുന്നേരം വീട്ടിൽ കൊണ്ടത്തരൂ. എങ്ങനെ? കൈക്കൂലി വൈകുന്നേരം വീട്ടിൽ കൊണ്ടെത്തന്നാ മതി. എന്താ സാർ ഇങ്ങനെ? നേരത്തെ ആക്ഷൻ മാത്രം കിട്ടത്തുള്ളൂ, CCTV-ക്കകത്ത് ലിപ്പ് കിട്ടത്തില്ല. എന്നാ വീട്ടിൽ കൊണ്ടുതരാം, ഞാൻ വീട്ടിൽ കൊണ്ടുതരാം. മതി. അപ്പൊ വരുന്നു പറഞ്ഞ ആൾക്കാരില്ലേ, അവരെപ്പോ വരും? സാറേ, അവരിപ്പോ വരും. കാരണം ഞാനൊരു ലോക്കൽ ഫാമിലിയുടെ കയ്യിൽ നിന്നാണ് ഈ വസ്തു വാങ്ങിച്ചേക്കുന്നത്. അവരെന്ന് പറഞ്ഞാൽ മഹാ അലുമ്പാ സാറേ. വന്ന ഉടനെ എങ്ങനെയെങ്കിലും ഡോക്യുമെന്റ്സ് ശരിയാക്കി വെച്ചിരുന്ന നമുക്കിത് ഒപ്പിടിച്ച് കച്ചവടം അങ്ങ് നടത്താം. ഓക്കെ ആണല്ലോ? ഓക്കെയാണ് സാറേ. അവരെത്തിയും തോന്നുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. എന്റെ കിങ്ങണി ചേട്ടാ, ഉള്ള കാര്യം ഞാൻ അളിയാണ് 2 കൊടുക്കണം. അവന് 2 പറ്റിച്ചാൽ മാത്രം അവൻ എന്റെ വരുതിക്ക് നിൽക്കണം. അവനെ കൊച്ചുമായി വലിയ വർത്താനം പറയുന്നതാ. കൊച്ചുമായി വലിയ വർത്താനം പറയുന്നു. നമ്മുടെ അച്ഛൻ മരിക്കുമ്പോ എന്താ പറഞ്ഞേ? നമ്മുടെ പെങ്ങളുടെ ഭർത്താവ്, നമ്മുടെ വീടിന്റെ കാരണവര്, നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ, ആ പെങ്ങൾ വന്ന് ഒപ്പിട്ട് കഴിയിട്ട് അവന്റെ അലവിനെ അടിക്കാൻ തിരിക്കുമല്ലേ. പിന്നെ അളിയൻ വന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ അളിയൻ വന്നായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ വന്നുള്ളൂ. ഇത് ആരോടാ പറയുന്നത്? ആരോടാ? പെങ്ങൾ വന്നായിരുന്നു? ഇല്ല, പെങ്ങളെ കെട്ടിച്ചേച്ച് പ്രസവിച്ച് കിടക്കുന്നത്. നിങ്ങളുടെ അളിയനും പെങ്ങളും വന്നോന്നല്ല, എന്റെ അളിയനും പെങ്ങളും വന്നോന്നാണ് ചോദിച്ചത്. അത് എന്റെ കൂടെയാണോ ചോദിക്കണത്? നിങ്ങളല്ലേ കൊണ്ടുവരാവുള്ളതോ? അളിയൻ വരൂല. ഈ ഒപ്പിടണമെന്ന് പറഞ്ഞപ്പോ അളിയൻ കിടന്നൊരു പിടഞ്ഞ് കളിക്കണം. മറ്റേ ഞാൻ ഒരു കാര്യം ഞാൻ അടിക്കോ. നീ മാറിയില്ലേ? സംഭവം വേറെ ഒന്നുമല്ല കാര്യം. അളിയനാണെങ്കിലേ ഈ ബസ്സിലെ കിളിയാണ്. ഇവ എന്നോ അളിയ ഓവർലോഡുമായിട്ട് വന്നപ്പോഴത്തേക്ക് പോലീസിനെ വിളിച്ച് പെറ്റിയടിപ്പിച്ച് അതിനുശേഷം ഇവനും അളിയനുമായിട്ട് ചെറിയൊരു ഇങ്ങനെ ഒരു ചകടയുണ്ട്. അതുകൊണ്ട് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. സംഭവം എവിടെയും പിണങ്ങി നിൽക്കുമായിരിക്കും. ഈ മുൻചുണ്ടിയാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറയും, അതിന് പിണങ്ങി നിന്ന് കളയും. ഇങ്ങനെ ഒരു ദേശക്കാരൻ അളിയൻ. എവിടെ കയറി പോന്നു? ഞാനല്ലേ ഭർത്താവ്? നിന്റെ കഴുത്ത് തൂങ്ങിയിരിക്കുന്ന പാലാരോട്ടും ബാലമൊന്നുമല്ലല്ലോ. ഞാനല്ലേ? ഞാൻ കിട്ടിയ താരയല്ലേ? ഇപ്പൊ കൊണ്ട് മാറ്, സൈഡ് വാരം കയറിയാൽ മതി. ഞാൻ തന്നെ ഫ്രണ്ട്. എനിക്കിത് പിടിക്കില്ല കേട്ടോ. ഞാൻ എന്റെ അളിയ താമസേ. ഈ മീശയും താടിയും പറ്റി കിഴങ്ങനായിട്ട് നടന്നൂടാ. 2 ആങ്ങളമാരുണ്ട്. എന്തോന്ന് നടക്കുക? എന്തുകൊള്ളിയാ അവിടെ ഫോം ഫില്ല് ചെയ്യാൻ നിൽക്കുന്ന അവൻ. ഞാൻ പറഞ്ഞു കൊടുക്കും. ഇത് ഞാൻ കേട്ടത് കൊണ്ട് കാര്യമായി. വേറെ ആരെങ്കിലും കേട്ടിരുന്നെങ്കിലോ? എന്തുപോലെ കാര്യം പറയലയാ? അവിടെ ഇരുന്ന് ആ പുള്ളി പറയുവാ, ഇതിനകത്തൊരു ഓഫീസറുണ്ട്, ഇവളോട് പോയി അഡ്ജസ്റ്റ് ചെയ്യാ. ബഹളം വെക്കരുത്. അളിയന് ഞാൻ തമ്മിൽ പല പ്രശ്നമുണ്ട്. ഇത് കാണിച്ചത് ഇതൊരു സർക്കാർ ഓഫീസാണ്. താനാരാ? സബ് രജിസ്റ്റർ ഓഫീസർ. അപ്പൊ താനാണ് ഓഫീസർ? അപ്പൊ പെൺപിള്ളായിട്ട് അങ്ങോട്ടേക്ക്. അതെ, അഡ്ജസ്റ്റ് ചെയ്യാനല്ല പറഞ്ഞത്, അഡ്ജസ്റ്റ് ചെയ്യാൻ, ഒപ്പിടാൻ. അല്ല പെങ്ങളെ, അങ്ങനെയാണല്ലേ? സാറേ, ഇവര് അളിയന്മാര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സാർ ഒന്ന് സംസാരിച്ച്. ഞാൻ സംസാരിക്കണം. ഒരു സെക്കൻഡ്. ഹലോ, അളിയനാരാ? അളിയൻ അളിയൻ ഉണ്ട്. എടോ, തന്റെ അളിയൻ. എടോ, അളിയൻ ആരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതാണ് അളിയനാണ്. എടാ, നിന്റെയൊക്കെ കുടുംബത്തിൽ അളിയന്മാര് മാത്രമുള്ളതാ. ഇങ്ങനെയാണെങ്കിൽ ഞാനില്ല. ഇതെന്തൊരു കഷ്ടമാണിത്. പെങ്ങളെ കെട്ടിയത് ആരാണെന്ന്? പെങ്ങളെ കെട്ടിയത് ഇതാണ് എന്റെ പെങ്ങള്. പെങ്ങളെ കെട്ടിയത് ദയവായി. പെങ്ങളെ കെട്ടിയത് ആണോ? പെങ്ങളെ കെട്ടിയതല്ല, ഇതെന്റെ ഭാര്യയാണ്. ഭാര്യ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഭാര്യ വിളിച്ചോണ്ട് ഒപ്പിടാനായിട്ട് വാ. എന്തി പെങ്ങളാ ഇങ്ങോട്ട് വന്ന് ഒപ്പിടാ.
ഞാൻ അനുവാദം തന്നിട്ട് നീ പോയാ മതി. റോങ് സൈഡ് കയറല്ലേ, കൂടുതൽ റോങ് സൈഡ് കയറല്ലേ. പറയില്ല എന്റെ ആങ്ങളമാരെ ഞാൻ ഒപ്പിടട്ടെ, അവര് പൊക്കോട്ടെ. ഇളയ എന്റെ അവിടെ കഷണ്ടിത്തലനുണ്ടല്ലോ, നമ്മുടെ ബന്ധു പറഞ്ഞ ആദ്യം ഇടിച്ച അവൻ ഇവിടെ ഇടിച്ച ഇവിടെ. അത് ഇപ്പൊ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, പ്രാർത്ഥിച്ച മൂത്രം പോകുന്ന 2 തുള്ളി പോയാ പോയെന്ന് പറയാം. അറിയാം അത് സാലഡ ഞാൻ ഒപ്പിടട്ടെ. ഒപ്പിടണ്ട. അളിയന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണ്? ഞാൻ ഇവിടെ മാത്രമല്ല അളിയ, എല്ലായിടത്തും ഞാൻ അപകടം സഹിക്കുന്നുണ്ട്. അളിയ എല്ലായിടത്തും വന്ന് ഈ വിഷയം ഉണ്ടാക്കല്ലേ അളിയ? രമണി അപ്പച്ചിയുടെ മോടെ കല്യാണത്തിൽ പ്രിയയുടെ കല്യാണം സ്വർണ്ണം എടുക്കാൻ പോയോ? പോയാലും നമ്മൾ എല്ലാരും കൂടെ അല്ലേ പോയേ? എല്ലാരും കൂടെ പോയാ? എന്നിട്ട് സ്വർണ്ണം എടുത്തല്ല? സ്വർണ്ണം എടുത്ത് അളിയനൊരു മാല, ഒരു ബ്രേസ്ലെറ്റ്, ഒരു മോതിരം എല്ലാം മേടിച്ചു തന്നോ? അത് പോട്ടെന്ന് വെക്കാം. 6 ബാഗ് കിട്ടിയോ? 6 എണ്ണം. ഒരെണ്ണം എനിക്ക് തരായിരുന്നല്ലോ. അയ്യേ, അത് പെണ്ണുങ്ങൾ വെക്കുന്ന ലേഡീസ് ബാഗ് അല്ലേ? എന്താ ഞാൻ ഇട്ടപ്പെട്ടില്ലേ? അയ്യേ, അത് ഇങ്ങട് തന്നെ. ഞാൻ തരത്തില്ല. ഛേ, നാണക്കേടാണ് ചേട്ടാ. അവനൊന്ന് കാണട്ടെ. ദാ. വേഗം ഇങ്ങോട്ട് തരത്തില്ല എന്ന് തന്നെ. പറഞ്ഞാ തരത്തില്ല. നിങ്ങൾ അതൊന്ന് ഒപ്പിടില്ലെങ്കിൽ ഒപ്പിട്. ഇത് ഒപ്പിട്ടിട്ട് മറിച്ച് വിട്ടിട്ട് വേണം എനിക്ക് ഇങ്ങനെ കറ്റോലി കൊടുക്കാൻ. കൈക്കൂലിയുടെ കാര്യം പറയരുത്. ഞാൻ പറഞ്ഞില്ല, ക്യാമറയുണ്ട് വീട്ടിൽ, കൊണ്ടുതരൂ. അത് മതി. സോൾവ് ആയെങ്കിൽ വരി. ഞാൻ പറഞ്ഞിട്ട് നീ പോയാ മതി. ഇനി എന്താ? എന്നോട് വന്ന് അനുവാദം ചോദിക്കണം, നീ ഒപ്പിടാൻ പോട്ടെ എന്ന് ചോദിക്കണം. ചോദിക്കണം. അമ്മാരങ്ങനെ കൊള്ളത്തില്ലല്ലോ. ഡാ, ആ കാലമാടനോട് പറയാ എന്നെ വിടാൻ. ഞാൻ മറ്റേ കാര്യമായി പോയി. അമ്പിളിക്കുട്ടിക്ക് പറയുന്ന കേക്ക്. കിങ്ങിണി ചേട്ടനാന്ന് പറയുന്നത്. പോയി വിളി. വിളി. അളിയാ പെങ്ങളെ എങ്ങോട്ട് വിള? എങ്ങനെ ഉണ്ടടി? ഞങ്ങളുടെ വീട്ടിലെ തത്ത ഇതിനെക്കാട്ടും ക്ലിയർ ആയിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ട് ആടാന്ന് പറഞ്ഞു. ഞാൻ ഇറന്ന് കയറാൻ വേണ്ടി കൊണ്ട് ചെന്ന് ഞാൻ ഇറന്ന് കയറാം. സ്നേഹത്തോടൊന്ന് വിളിക്കാൻ പറയും, സ്നേഹത്തോടൊന്ന് വിളിക്കാൻ പറഞ്ഞു. എടാ, സ്നേഹത്തോടെ വിളിയടാ. അമ്പിളിക്കുട്ടി പറഞ്ഞു കിങ്ങിണി ചേട്ടൻ വിളിക്കും. ചേട്ടൻ പോ ചേട്ടാ. അളിയാ അളിയാ പെങ്ങളെ ഒന്ന് വിടളിയാ. ഓഹോ, അപ്പൊ ഞാൻ പട്ടിയല്ലേടാ? അളിയനല്ല പട്ടി, പിന്നെ ഞാൻ പട്ടി. അല്ല, നീ പട്ടിയാകുമ്പോ സ്വാഭാവികമായിട്ടും നിന്റെ പെങ്ങൾ പട്ടിയാകുമല്ലോ. ആ പട്ടിയെ കെട്ടിയ പേപ്പട്ടിയാണോ ഞാൻ? ഇപ്പൊ കാണിച്ചുതരാം. വിട്. ആരെങ്കിലും വന്നൊന്ന് ഒപ്പിട്. ഇത് ഒപ്പിട്ടിട്ട് ഇതൊന്ന് വിറ്റിട്ട് വേണം എനിക്ക് ഇങ്ങനെ കറ്റോലി കൊടുക്കാൻ. കൈക്കൂലിയുടെ കാര്യം പറയരുതെന്ന് പറഞ്ഞു. ക്യാമറയുണ്ട് വീട്ടിൽ, കൊണ്ടുതരൂ. തരാം. ഇനി വന്നേ, ഇനി വന്നേ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേണ്ട വിത്ത് കണ്ടോളാം. ഒരു സഹായം, ഒന്ന് ഒപ്പിടിക്കും. ഒപ്പിടിക്കാം. എന്ത് സഹായം ചെയ്യും? എന്ത് വേണേലും ചെയ്യാം. ഒരു 2 മണിക്കൂർ ഞാൻ തോളത്ത് കയറി നോട്ടെ. അതിന് ഞാൻ വിക്രമാദിത്യനല്ല. അപ്പൊ ഒരു കാര്യം ചെയ്താൽ എന്റെ ബസിന്റെ പുറകിൽ 2 ടയർ ഒന്ന് മാറി തന്നാൽ മതി. ബസ് തന്നെ മാറ്റി തരാം. വലിയ ഓതാരം ഒന്നും വേണ്ട കേട്ടാ. അല്ലേ, ഈ പുള്ളി പറഞ്ഞോണ്ടാ, അല്ലാതെ നിങ്ങളുടെ ഒന്നും സംഭവം കണ്ടോണ്ടല്ല കേട്ടാ. ഒരു കാര്യം ചെയ്യ്, പോകോ. ഞാൻ അനൗൺസ് ചെയ്യാതെ നീ ഒന്ന് പോവാന്നോടി. പല്ലാരിമംഗലത്തുനിന്ന് വന്ന അമ്പിളി എന്ന പെൺകുട്ടി സ്വന്തം ഭർത്താവിന്റെ അനുവാദത്തോടു കൂടി ഒപ്പിടാൻ രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് വരുന്നു. വിട്ടോ. അപ്പൊ ഇനി നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം തീർന്നല്ലോ. അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? പറഞ്ഞത് എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ. അവളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒരു കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്തോ പറഞ്ഞത്? വെള്ളം. നിങ്ങളുടെ അച്ഛന്റെ ചാക്കാല സമയത്ത് പറഞ്ഞ കാര്യമല്ല ഞാൻ ചോദിച്ചത്. പിന്നെ മരുമോനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ആ പന്നക്കളവൻ പറഞ്ഞ ഒന്നും വെളിയിൽ പറയാൻ പാടില്ല, ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും സ്വത്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തരുന്ന കാര്യം പറഞ്ഞായിരുന്നു. അതല്ല, ഉണ്ട് സാർ. ഇങ്ങനെ ധൃതി വെക്കാൻ പറ്റത്തില്ല. അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇയാള് റൂളിൽ പഞ്ചറും ബാനൊക്കെ കിടക്കും. അളിയാളിയുടെ ബാറ്ററി വാങ്ങി വായിക്കും. 10 മിനിറ്റുള്ളിൽ അമ്മയും ഭർത്താവും ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ട് പോകും. വേണ്ട ഞാൻ വായിച്ചോളാം. അപ്പോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 1195 ആണ്ട്. അത് വായിച്ചോണ്ടിരിക്കണ്ട, ബാക്കി മാറ്റർ വായിരി. അപ്പൊ ടിയാൻ പറഞ്ഞ കാര്യങ്ങൾ മതി. അല്ല, അച്ഛൻ പറഞ്ഞ കാര്യം മതി. അയ്യോ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ കാര്യങ്ങൾ വായിക്കാം. അപ്പോ മൂത്ത മോൻ കിങ്ങിണിക്കുട്ടന് 15 സെന്റ്, അമ്മിണിക്കുട്ടന് 15 സെന്റ്, അമ്പിളിക്കുട്ടിക്ക് 15 സെന്റ്. അപ്പൊ ഇനിയിപ്പോ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് അമ്പിളിക്കുട്ടി അല്ലേ, അമ്പിളിക്കുട്ടിക്ക് ജനിക്കുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു 25 സെന്റ് സ്ഥലം കൂടെ എക്സ്ട്രാ ആയിട്ട് കിട്ടും. പെൺകുട്ടിയാണെങ്കിലല്ലേ? പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് ആൺകുട്ടിയാണ്, അപ്പൊ കൊടുക്കണ്ടല്ലോ. അപ്പൊ കൊടുക്കാൻ പറ്റും. ഇനി വന്നേ. നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞു എനിക്ക് പെൺകുട്ടി മതി, പെൺകുട്ടി മതി, പെൺകുട്ടി മതി. കേട്ടാ? ഇടി ഗൂഗിളിനകത്ത് പെങ്കൊച്ചു വേണം എന്ന് പറഞ്ഞ് ഇറങ്ങി വരത്തില്ല. അതിനൊക്കെ ഒരു ഫോർമാലിറ്റീസ് ഉണ്ട്. 20 സെന്റ് പോയപ്പോ സമാധാനായില്ലേ? ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഞാൻ സംസാരിച്ചു സാറേ, ഈ സംഭവം ഒരു 2 വർഷത്തിനൊന്ന് നീക്കി വെക്കാൻ പറ്റുമോ? അതിനുള്ളിൽ 2 പെൺപിള്ളേരെ എന്തൊക്കെയാണോ പറയുന്നത്? അല്ല, ഒരു 7 മിനിറ്റ് വരാൻ പറ്റും. അപ്പൊ ഇനി ഒപ്പിടലും കാര്യങ്ങളിലേക്ക് കിടക്കാം. മൂത്തതാരാ? അന്നാ ചേട്ടൻ ഇങ്ങ് വാ. കണ്ട ഇവിടെ ഒപ്പിടണം, പിന്നെ ഇവിടെ തമ്പും വെക്കണം. ശിവമണി, ഇത് ഡ്രം സെറ്റ് അല്ല, ഇവിടെ ഒരു തമ്പ് വെക്കാനാണ് പറഞ്ഞത്.
അടുത്ത ആളേക്ക് വേടേ നീ വാ ഇവിടെ ഒപ്പിട് ഗാനമേളയ്ക്ക് പോകണം. ഗാനഗന്ധർവൻ യേശുദാസ് ഈ പൂച്ചയുടെ മുഖം വരച്ചു വെക്കാനാണ് ഇത്ര ഇവിടെ നിന്നുണ്ട് ആക്ഷൻ കാണിച്ചത്. അല്ലെങ്കിൽ അളിയന്റെ ഒപ്പം ചമ്മ ഞാൻ അടുത്തത് അളിയൻ. അളിയന്റെ ഒപ്പ് വേണ്ട കേട്ടോ. ചമ്മി എന്താടാ? പെങ്ങളിങ് വരൂ. തമ്പ് വെക്കണം. ഞാൻ തൊട്ടില്ല. ഞാനും ഒപ്പിടും. തണ്ട് ഈ 5 പേപ്പർ ഉണ്ട്. ഈ 5 പേപ്പറിലും കറക്റ്റായിട്ട് ഒപ്പ് വെക്കണം. തമ്പ് വെക്കണം. ഇവിടെയല്ലേ സാറേ? ആ ഇവിടെ തന്നെ അവിടെ. തെറ്റാതിരണം കേട്ടോ. പിന്നെ എല്ലാവരും വന്നേ. എന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോണം. ഓക്കെ ഇന്നേനെ കാശ് കിട്ടുമല്ലോ. ദാ എടുത്തു വെച്ചെങ്കിൽ ഇത് കഴിഞ്ഞ അപ്പോഴേ പൈസ കയറിയാണ്. അളിയ നമ്മള് പല പ്രശ്നം ഉണ്ടാവും. എന്നാലും കാശ് കിട്ടിയ ഉടനെ അളിയനൊരു സെറ്റ് പല്ല് ഞാൻ മാറ്റി കൊടുക്കും. ഈ പല്ലിന് എന്ത് കുഴപ്പം? നല്ല പല്ലല്ലേ? അത് ഞാൻ അടിച്ച് അളക്കുമല്ലേ. അതെ, ഇവനെ ഞാൻ പിടിക്കത്തില്ല കേട്ടോ. നമ്മളൊക്കെ തരവാണ്. വൈകിട്ട് ഷാപ്പിൽ കൂടണം. അല്ല നമ്മൾ തമ്മി സാറേ ഒപ്പിട്ട്. ഒപ്പിട്ടിട്ടുണ്ടല്ലേ? അപ്പോ കാര്യങ്ങളെല്ലാം നോക്കട്ടെ. കിങ്ങിണിക്കുട്ടന്റെ ഒപ്പ് തമ്പ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അമ്മിണിക്കുട്ടന്റെയും ഒപ്പ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇനി അമ്പിളിക്കുട്ടി. അയ്യോ ഈ അമ്പിളിക്കുട്ടി ഇല്ലേ 5 പേപ്പറിൽ 5 ഒപ്പിട്ട് വെച്ചേക്കണ്. ഹിപ്പോപ്പൊട്ടാമസിന്റെ പടവും വരച്ചു വെച്ചേക്കുന്നു. ഇത് ശരിയാവില്ല. ഇത് പൊളിഞ്ഞു. കാരണം ഇനിയിപ്പോ എങ്ങനെയായാലും ഇത് ഹെഡ് ഓഫീസിലോട്ട് അയച്ച് അവിടുന്ന് NOC കിട്ടി. പിന്നെ കോടതി പോയി അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് വരുമ്പോ എങ്ങനെ വന്നാലും ഒരു 2.5 വർഷമെങ്കിലും എടുക്കും. നിന്റെ അടുത്ത് ആര് പറഞ്ഞു 5 പേപ്പർ 5 ഒപ്പിടാൻ? അവിടെ മണ്ടക്കോട്ട് പോകണ്ട. ഞാൻ പറഞ്ഞിട്ടാണ് അവള് വ്യത്യസ്തമായി ഒപ്പിട്ട് കളഞ്ഞത്. ആ നമ്മുടെ അച്ഛൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഇവക്ക് ഒരു പെൺകുഞ്ഞുണ്ടാകുവാണെങ്കിൽ 20 സെന്റ് കൂടുതൽ കൊടുക്കാവുന്നല്ലേ? ഈ പേപ്പറെല്ലാം ഒന്ന് റെഡിയായി വരാൻ എത്ര സമയം എടുക്കും? ഞാൻ പറഞ്ഞില്ല എങ്ങനെയായാലും ഒരു 2.5 വർഷമെങ്കിലും എടുക്കും. അപ്പൊ ഈ 2 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഒരു 2 പെൺകുഞ്ഞുങ്ങളെ സംഘടിപ്പിക്കും. അപ്പോ 20, 40 സെന്റ് എന്റെ ഇവിടെ പേരെഴുതാ പുളിച്ചോളിയാ. അളിയാ